ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. മധു സച്ചിയോട് പറയുകയാണ്, അതെ, അനൂപിന്റെ ജാമ്യത്തിന് ശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാനുണ്ട്. അതുകൊണ്ട് സച്ചി ഒരു കാര്യം ചെയ്തേക്ക്, അവരുടെ ഒപ്പം എൻ്റെ അടുത്തേക്ക് വന്നേക്ക്. കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ സച്ചിയെ തിരിച്ചു കൊണ്ടുവിടാമെന്ന് മധു പറയുമ്പോൾ, വേണ്ടെന്നും എനിക്ക് വരാൻ പറ്റില്ലെന്നും സച്ചി പറയുന്നു. അങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാതെ സച്ചി, അവിടെ നിങ്ങളുടെ ഭാര്യയും വീട്ടുകാരുമൊക്കെ ഉള്ളതല്ലേ. എല്ലാവിധ ആയുധങ്ങളും കൊണ്ടാ അവന്മാരവിടെ വന്ന് നിൽക്കുന്നത്. ചുമ്മാ അവന്മാരുടെ കൈക്ക് പണിയുണ്ടാക്കാതെ സച്ചി ഇങ്ങോട്ടേക്ക് വരാൻ നോക്കാൻ മധു പറയുമ്പോ, ശരി, ഞാൻ വരാമെന്ന് പറയുകയാണ് സച്ചി. അങ്ങനെ കോൾ കട്ട് ചെയ്തയുടൻ തന്നെ ആ ഗുണ്ടകളില് ഒരാൾ ചോദിക്കുകയാണ്, അപ്പോ പോകുമല്ലേ? എങ്ങോട്ടേക്കാ? സച്ചിയേട്ടൻ എവിടേക്കും വരുന്നില്ലെന്ന് അർച്ചന പറയുമ്പോ, മധുവിന് എന്നെ ഒന്ന് കാണണമെന്നാ പറയുന്നത്. ഞാൻ എന്താണെങ്കിലും ഇവരുടെ ഒപ്പം പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് സച്ചി പറയുന്നു. ഞാനും സച്ചിയേട്ടൻ്റെ ഒപ്പം വരുമെന്ന് അർച്ചന വാശി പിടിക്കുമ്പോൾ, നിങ്ങളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അണ്ണൻ പറഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് സച്ചി സാറ് മാത്രം വന്നാൽ മതിയെന്നും ഗുണ്ടകൾ പറയുന്നു. ഇത് കേൾക്കുന്ന ധനുഷ് താനും സച്ചിക്കൊപ്പം വരാമെന്ന് പറയുമ്പോൾ ഗുണ്ടകൾ പറയുകയാണ്, അതിന് ഞങ്ങൾ പോകുന്നതേ ഫാമിലി ടൂർ ഒന്നുമല്ല, അതുകൊണ്ട് നിങ്ങളിപ്പോ ഇവിടെ അങ്ങ് നിന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവര് സച്ചിയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ സച്ചി പോകുന്നത് നോക്കിക്കൊണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചനയും ധനുഷും. പിന്നീട് കാണിക്കുന്നത് ചെങ്കൽ മധുവിന്റെ ഗോഡൌണില് സച്ചിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നതാണ്. തുടർന്ന് മധു അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചിക്ക് എനിക്ക് തന്ന വാക്കിനെ കുറിച്ചൊക്കെ ഓർമ്മ കാണുമല്ലോ. സച്ചി ഏർപ്പാടാക്കിയ വക്കീലിനെ കുറിച്ചെല്ലാം ഞാൻ അറിഞ്ഞു. അയാൾ 2 തവണ എന്നെ പൂട്ടാൻ നോക്കിയിട്ടുള്ള ആള് തന്നെയാ. അതുകൊണ്ട് ഇനിയും ഒരു പരീക്ഷണത്തിന് എനിക്ക് വയ്യ. അതുകൊണ്ടേ നമ്മൾ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടത്താൻ നോക്കാൻ മധു പറയുമ്പോൾ സച്ചി പറയുകയാണ്, ഗർഭിണിയായ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും മുൻനിർത്തിക്കൊണ്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ എന്നെ കൊന്നാലും ശരി, അനൂപേട്ടനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇത് കേൾക്കുന്ന മധു ഞെട്ടലോടെ സച്ചിയെ നോക്കുകയാണ്. മധു എന്തൊക്കെ പറഞ്ഞാലും ശരി, അത് നടക്കില്ല, അത്ര തന്നെയെന്ന് സച്ചി പറയുമ്പോൾ ദേഷ്യത്തോടെ സച്ചിയുടെ കോളറിൽ കയറി പിടിക്കുകയാണ് മധു. തുടർന്ന് വാക്കുമാറ്റി പറയുന്നൂടെ എന്ന് ചോദിച്ചുകൊണ്ട് മധുവും ഗുണ്ടകളും ചേർന്ന് സച്ചിയെ മർദ്ദിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ എങ്ങനെയൊക്കെയോ ധനുഷ് അവിടെ എത്തിച്ചേരുകയാണ്. തുടർന്ന് സച്ചി ദേഷ്യത്തോടെ മധുവിനോട് പറയുകയാണ്, നിങ്ങളുടെ അനിയത്തിയും മരിക്കുമ്പോൾ ഗർഭിണിയായിരുന്നില്ലേ? എന്നിട്ടല്ലേ ഇപ്പോ ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊല്ലുമെന്ന് നിങ്ങൾ എന്നോട് പറയുന്നത്? നിങ്ങളും ഒരു മൃഗവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അനൂപേട്ടൻ നിങ്ങളുടെ അനിയത്തിയെ വണ്ടി ഇടിപ്പിച്ച് കൊന്നെന്ന്. അതിന് അനൂപേട്ടനും നിങ്ങളുടെ അനിയത്തിയും തമ്മിൽ എന്ത് ബന്ധമാ ഉള്ളത്? അതൊരു അപകട മരണം തന്നെയായിരുന്നു. തനിക്കറിയാമോടോ, അനൂപേട്ടനാണ് ഒരു കുടുംബത്തിന്റെ ആശ്രയം. എന്നെ കൊന്നാലും അനൂപേട്ടനെ നിനക്ക് കിട്ടാനേ പോകുന്നില്ല. നിനക്ക് വേണമെങ്കിൽ നീ എന്നെ കൊന്നിട്ട് അനൂപേട്ടനെ വെറുതെ വിട്ടേക്കാൻ സച്ചി പറയുമ്പോ സച്ചിയുടെ കോളറിൽ കയറി ദേഷ്യത്തോടെ പിടിച്ചുകൊണ്ട് മധു പറയുകയാണ്, എന്താണെങ്കിലും അവൻ എന്തിനാ എൻ്റെ അനിയത്തെ കൊന്നതെന്ന് എനിക്കറിയണം. നീ പറയുന്നതൊന്നും തന്നെ ഞാൻ വിശ്വസിക്കാനും പോകുന്നില്ല. എന്താണെങ്കിലും കാര്യങ്ങളെല്ലാം ഇത്രയ്ക്കായ സ്ഥിതിക്ക് നീ ഇനി ഇവിടുന്ന് ജീവനോടെ പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മധുവിന്റെ ആളുകള് സച്ചി അവിടെ കെട്ടിയിടുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് മാറുന്ന സമയത്ത് ധനുഷ് സച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് കയ്യിലെയും കാലിലെയും കെട്ടുകളെല്ലാം അഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സച്ചി അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് താഴേക്ക് ഓടുകയാണ് ധനുഷ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. മുറിയിൽ ടെൻഷനോടെ ഇരിക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അർച്ചന മുറിയിൽ നിന്നും ജഗിലെ വെള്ളം കുറച്ച് കുടിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അർച്ചനയ്ക്ക് കടുത്ത വയറുവേദന അനുഭവപ്പെടുകയാണ്. അർച്ചന കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി ആതിരയും അനഘയും ഒക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നില്ല. തുടർന്ന് അനഘ ഏട്ടത്തി വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും സ്നേഹ പറയുകയാണ്, അതൊക്കെ നിനക്ക് തോന്നുന്നതാ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ കുഞ്ഞങ്ങ് പോകുന്നെങ്കിൽ പൊക്കോട്ടെ, അത്രയും നല്ലത്. എന്റെ സ്നേഹേ, നിനക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അനഘ അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതേസമയം തന്നെ ആതിരയും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. തുടർന്ന് അവർ രണ്ടുപേരും കൂടി അർച്ചനയെ പിടിച്ച് മുറിയിൽ കൊണ്ടുപോയി കിടത്തുന്നു. തുടർന്ന് അർച്ചന പറയുന്ന ഒരു ഗുളിക അവർ കൊടുക്കുന്നുണ്ടെങ്കിലും അർച്ചനയുടെ വയറുവേദന മാറുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാമെന്ന് ആതിര പറയുമ്പോൾ ഹോസ്പിറ്റലൊന്നും പോകണ്ടെന്നും ചൂട് വെച്ചാൽ മാറിക്കോളുമെന്നും സ്നേഹ പറയുന്നു. നീ ചൂട് വെച്ചിട്ടായിരുന്നോ നിന്റെ വയറുവേദന മാറിയതെന്ന് ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് അനഘ ഹോട്ട് വാട്ടർ ബാഗ് കൊണ്ട് അർച്ചനയ്ക്ക് കൊടുക്കുകയാണ്. വേദനയിൽ പുളയുന്ന അർച്ചനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.